ഇപ്പോഴും പ്രതിഷേധം അരങ്ങേറുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് കൊൽക്കത്തയിൽ നടക്കുന്നത്. സായ്കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സായ്കുമാർ, ഇപ്പോൾ BJP ഈ വിഷയം വലിയ രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. എതിർകക്ഷികളെല്ലാം ഈ വിഷയം ശക്തമായി ഏറ്റെടുക്കുന്നതോടുകൂടി മമതാ ബാനർജി സർക്കാരിന് അത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. മറ്റൊന്ന്, ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക് വരികയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് കുടുംബം തന്നെ ആരോപിക്കുന്നു, ആരോഗ്യ പ്രവർത്തകർ ആരോപിക്കുന്നു. അതാണ് സത്യാവസ്ഥ. ഇപ്പോൾ CBI ഈ അന്വേഷണം നടക്കുമ്പോൾ തന്നെയും കൃത്യമായി തെളിവുകളിലേക്ക് എത്താൻ CBIക്ക് കഴിഞ്ഞിട്ടുണ്ടോ സായ്കുമാർ? റോഷ്നി, ശാസ്ത്രീയമായി എല്ലാം തെളിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ CBI സ്വീകരിച്ചിരിക്കുന്ന രീതി. 3 ടീമുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ CBIയുടെ അന്വേഷണം നടക്കുന്നത്. അവർ ഇന്നും ഈ ക്രൂരകൃത്യം നടന്ന മുറിയിലെത്തുകയും അവിടെ വലിയ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും ഒക്കെ ചെയ്തു. പലവിധ ചോദ്യങ്ങളാണ് ഇപ്പോൾ CBIയുടെ മുന്നിലുള്ളത്. എങ്ങനെ ഇത് ആത്മഹത്യ എന്ന് പറഞ്ഞു, അതിൽ നിന്നാണ് മുൻ പ്രിൻസിപ്പളിൽ നിന്നടക്കം ഇപ്പോൾ മൊഴികൾ തേടുന്നത്. പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഇത് ഒരാളാകാൻ വഴിയില്ല, അതുകൊണ്ട് ഒന്നിലധികം ആളുകൾ ഈ പ്രതിപട്ടികയിൽ ഉണ്ടോ, ഈ ക്രൂരകൃത്യം ചെയ്തവരുടെ കൂട്ടത്തിലുണ്ടോ എന്നതടക്കം പോലീസിന് സ്ഥിരീകരിക്കണം. ഇപ്പോൾ ഒരാൾ മാത്രമാണ് ഈ ബലാത്സംഗ കൊലയിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ആ ഒരാൾ മാത്രമാണോ, ഒന്നിലധികം ആളുകളുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതിലേക്കൊന്നും ഇതുവരെ കൃത്യമായിട്ടുള്ളൊരു തെളിവുകളിലേക്ക് CBIക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ CBI ഇപ്പോഴും തയ്യാറായിട്ടില്ല. പക്ഷേ ഇവിടെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യം, തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. റോഷ്നി, ഒരു കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ആദ്യഘട്ടത്തിൽ പോലീസ് ശേഖരിക്കുന്ന തെളിവുകളാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ കേസ് തെളിയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അവിടെ തന്നെ ഈ മുറിക്കകത്ത് പോലും പല വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിനുശേഷം അവിടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവിടെ എത്തിയ ആളുകൾ ആ ഓഫീസ് അടക്കം അവിടെയുള്ള പല സാധനങ്ങളും അടിച്ചു തകർക്കുന്നു. ഇതൊക്കെ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഉയരുന്ന ആരോപണം. അങ്ങനെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുക എന്നുള്ളത് CBIയെ സംബന്ധിച്ചിടത്തോളവും വലിയ വെല്ലുവിളിയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ഇപ്പോൾ CBI നടത്തുന്നത്. ഈ പ്രതിയെ സൈക്കോ അനാലിസിസ് അടക്കം നടത്തിക്കൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ CBI സ്വീകരിച്ചിരിക്കുന്ന മാർഗം. അതായത് ഏതറ്റം വരെയും പോയി ഇതിൻ്റെ കുരുക്കഴിക്കുക എന്നുള്ളതാണ് CBI ചെയ്യുന്ന കാര്യം. അത് നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ BJP ഇത് പ്രധാനപ്പെട്ട ഒരു ആയുധമാക്കി എടുത്തിരിക്കുന്നു. മമതാ ബാനർജിയെ ഏത് വിധത്തിലും കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനിപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ആയുധം കൂടിയാണ്. നാളെ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി പശ്ചിമ ബംഗാളിൽ BJPയുടെ പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നു. അപ്പോൾ നാളെ ഒരുപക്ഷെ ഇതിൻ്റെ പ്രതിഷേധത്തിൻ്റെ രൂപം തന്നെ മാറിയേക്കാം. BJP പരസ്യമായി പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ സമരം കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ആർജിക്കർ ആശുപത്രിക്ക് മുന്നിൽ നടക്കുന്നു. ഇന്നിപ്പോൾ അത് നാനാ തുറകളിലുള്ള ആളുകളുടെ ഒരു വലിയ സമരമായി രാത്രി പകലുവോളം ആ സമരം നീണ്ടുപോകുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കാണുന്നു. അങ്ങനെ പല വിധത്തിൽ ഇതൊരു മഹാസമരമായി പശ്ചിമ ബംഗാളിന് പുറത്തും രാജ്യമാകെ പലയിടങ്ങളിലും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള സമരമായി അത് മാറുകയാണ്. സ്വാഭാവികമായും മമതാ ബാനർജി സർക്കാർ അത് സൃഷ്ടിക്കുന്ന വെല്ലുവിളി വളരെ വലുതാണ്. ഇപ്പോൾ ഗവർണർ CV ആനന്ദ ബോസ് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെയും JP നദ്ദയുടെയും ഒക്കെ സമയം തേടിയിരിക്കുന്നു. അദ്ദേഹം അവിടെ പോയി ആവശ്യപ്പെടാൻ പോകുന്നത് എന്താണ് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അത് കേട്ട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടും വളരെ വളരെ നിർണായകമാണ്. സ്വാഭാവികമായും അദ്ദേഹം പറയാൻ പോകുന്ന കാര്യം ബംഗാളിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവിടെയാണ്. അവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല, തൃണമൂൽ ഗുണ്ടകളാണ് അവിടെ പോലീസിനെ പോലും നിയന്ത്രിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരാൾ കൂടിയാണ് ബംഗാൾ ഗവർണർ. ഒരു ഗവർണർ പദവിയെന്ന് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ ക്രമസമാധാന പ്രശ്നം, ക്രമസമാധാന നില താളം തെറ്റിയ വിഷയം കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരും ആ കോർട്ടിലേക്ക് വരികയാണ്. അവർ ഇനി കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, ചൊവ്വാഴ്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ നേരിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായി സുപ്രീം കോടതിയും ഇഴകീറി വിഷയം പരിശോധിക്കും. മുതിർന്ന ആരോഗ്യ പ്രവർത്തകർ IM അടക്കമുള്ള സംഘടന, അങ്ങനെ ഒരുപാട് പരാതികൾ ഈ വിഷയത്തിൽ ഇതിനോടകം പൊതുമധ്യത്തിൽ ഉയർന്നു കഴിഞ്ഞു. അതൊക്കെ കോടതിയും സ്വാഭാവികമായും പരിഗണിക്കും. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതും മമതാ ബാനർജി സർക്കാരിന് നിർണായകമാണ്. അതായത് കേന്ദ്രത്തിൽ നിന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിൽ നിന്നും ഒരുപക്ഷെ വലിയ തിരിച്ചടികൾ മമതാ ബാനർജി തൃണമൂൽ സർക്കാർ പ്രതീക്ഷിക്കേണ്ടി വരും. എങ്ങനെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നവർ കരകയറും എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. അത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. റോഷ്നി.
സായികുമാർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആശുപത്രി അധികൃതരിൽ തലപ്പത്തിരിക്കുന്ന ഇപ്പൊ സന്ദീപ് ഘോഷിനെ പോലുള്ള ആളുകളെ തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും CBI ചോദ്യം ചെയ്യുമ്പോൾ ഈ പ്രതിയെ തനിക്ക് അറിയില്ല എന്ന കാര്യമാണ് സന്ദീപ് ഘോഷ് ആവർത്തിച്ചു പറയുന്നത്. പക്ഷേ ഈ കേസ് അട്ടിമറിക്കുന്നതിൽ, ഈ കേസിനെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നതിൽ ഈ സന്ദീപ് ഘോഷിന്റെ പങ്ക് ചെറുതല്ല. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് പോവുക? പ്രത്യേകിച്ച് വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് ഈ സന്ദീപ് ഘോഷിൽ നിന്ന് കിട്ടുന്നതെന്ന് CBI പറയുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോൾ തീർച്ചയായും റോഷ്നി, ഇതിൽ സന്ദീപ് ഘോഷിനെ കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി ചോദ്യം ചെയ്യുകയാണ്. ചില കാര്യങ്ങളിൽ കൂടി ക്ലാരിറ്റി വരുത്താനുണ്ട് എന്നാണ് ഇപ്പോഴും CBI സംഘം പറയുന്നത്. ഈ പ്രതിയെ അറിയില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷേ പ്രതിയെ അറിയുമോ ഇല്ലയോ എന്നുള്ളതല്ല, ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ചില ഇടപെടലുകൾ ഈ സംഭവം നടന്നതിന് ശേഷം ഇത് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ഉണ്ടായി, ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് കുടുംബത്തോട് പോലും ഇത് നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം ആശുപത്രി അധികൃതർ പങ്കുവയ്ക്കുന്നത്. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ അവർ മറുപടി പറയേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്ന് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും വ്യക്തമാകുന്ന ഒരു കാര്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഏവരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സമാനതകളില്ലാത്ത ക്രൂരത നടന്ന ഒരു സംഭവം എങ്ങനെ ആത്മഹത്യ എന്നുള്ള രീതിയിൽ കുടുംബാംഗങ്ങളോട് വിളിച്ചു പറഞ്ഞു എന്നുള്ളതിന് സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന അധികാരികൾ മറുപടി പറയേണ്ടി വരും. പിന്നീട് 36 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്തിട്ടും വനിതാ ആരോഗ്യ പ്രവർത്തകർക്ക് വിശ്രമിക്കാനുള്ള ഇടം പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനും സ്വാഭാവികമായും അതിന് ഉത്തരവാദികളായിട്ടുള്ള അധികൃതർക്ക് മറുപടി പറയേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തിന് തനിക്ക് പ്രതിയെ അറിയില്ല എന്നുള്ള ഒരു സ്വാഭാവിക മറുപടി കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതിനൊക്കെ കൃത്യമായി എണ്ണി മറുപടി പറയേണ്ടി വരും. അവിടെയുള്ള മറ്റ് സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ എല്ലാം മൊഴി CBI രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല ഡോക്ടർമാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അങ്ങനെ കിട്ടാവുന്ന എല്ലാവരിൽ നിന്നും CBI ഇതിനോടകം വിവരങ്ങൾ ശേഖരിക്കുന്നു, ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നു, മണിക്കൂറുകളോളം ആശുപത്രിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുന്നു. പിന്നെയും ഈ സംഭവം നടന്ന, ഈ കൊലപാതകം നടന്ന മുറികളിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നു. എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തുന്നു. തുടർച്ചയായി 35 മണിക്കൂറിലകം ഈ ഡോക്ടറിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിൽ നിന്നും പല വിവരങ്ങളും തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് CBI പറയുന്നത്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഒന്നിലധികം പ്രതികളുണ്ടോ എന്നതിലൊന്നും CBI വ്യക്തത വരുത്തിയിട്ടില്ല. നിലവിൽ എന്തായാലും ഈ കൊലപാതകത്തിൽ ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ഒരാളായിരിക്കില്ല, ഒന്നിലധികം ആളുകൾ ഈ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബാംഗങ്ങൾ സംശയിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നൽകുന്ന സൂചനയും അത് തന്നെയാണ്. ഇത് ഒരാൾ മാത്രമായിരിക്കില്ല ഈ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും അതെങ്ങനെ ആത്മഹത്യ എന്ന് പറഞ്ഞ് കുടുംബത്തെ നിങ്ങൾ അറിയിച്ചു എന്ന ചോദ്യത്തിനാണ് സ്വാഭാവികമായും ആശുപത്രി അധികൃതർ മറുപടി പറയേണ്ടി വരിക. സായികുമാർ, ഈ പ്രതിഷേധത്തിന്റെ ശക്തി കാണുമ്പോൾ ഇത് ഇന്ന് രാത്രിയോടുകൂടി തീരാൻ പോകുന്ന ഒരു പ്രതിഷേധമല്ല. നീതി കിട്ടുന്നതുവരെ പ്രതിഷേധിക്കും ഞങ്ങളെന്നാണ് ആരോഗ്യ പ്രവർത്തകർ എടുത്തു പറയുന്ന ഒരു കാര്യം. പക്ഷേ ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രതിഷേധങ്ങളെയൊക്കെ അടിച്ചമർത്തുന്ന ഒരു കാഴ്ചയായിരിക്കുമോ ഇനി നമ്മൾക്ക് കാണേണ്ടി വരിക? റോഷ്നി, അത്തരമൊരു നടപടിയിലേക്ക് ബംഗാൾ സർക്കാർ മുതിരുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുവെങ്കിലും വലിയ രീതിയിൽ ഈ സമരങ്ങളെ അടിച്ചമർത്താൻ പോലീസ് തുനിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. കാരണം പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറം വലിയ ജനക്കൂട്ടം ഈ പ്രതിഷേധങ്ങളിൽ ഉണ്ടാകുന്നു. നേരത്തെ സാറ്റലൈറ്റ് സ്റ്റേഡിയത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 60,000-ഓളം ആളുകൾ ഇന്ന് മത്സരം വീക്ഷിക്കാൻ അവിടെ എത്തിയിരുന്നു. അവരാണ് പെട്ടെന്നൊരു പ്രതിഷേധ സംഘമായി അവിടെ മാറിയത്. അതിനെ നിയന്ത്രിക്കാൻ വളരെ ചുരുക്കം പോലീസുകാർ മാത്രമാണ് ഉണ്ടായത്. അവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ ഇടപെടലുകളാണ് ഒരുപക്ഷെ ആ സമരം അവിടെ ഉണ്ടാകാൻ തന്നെ കാരണം. അതായത് പോലീസ് ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടാൽ അതിനെ മറികടക്കുന്ന രീതിയിലേക്ക് ആ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് സമരങ്ങളെ ഒന്നും അടിച്ചമർത്തിയ പോലെ ഈ സമരങ്ങളെ അങ്ങ് അടിച്ചമർത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല മമതാ ബാനർജി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ ഒരുപക്ഷെ ഇതിനേക്കാൾ രൂക്ഷമാകാൻ മാത്രമേ ഇടയാക്കൂ എന്നുള്ള ഒരു ബോധ്യം ഇപ്പോൾ മമതാ ബാനർജിക്ക് തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരുന്നത്. അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു, 7 ദിവസം കൂട്ടം കൂടരുത് എന്ന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടപ്പായിട്ടില്ല എന്നാണ് ഈ രാത്രി വൈകി
വൈകിയും കൊൽക്കത്തയിൽ ഉടനീളം നടക്കുന്ന പ്രതിഷേധങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഒരു ഇടത്ത് മാത്രമല്ല. പ്രതിഷേധക്കാർ തന്നെ പറയുന്നുണ്ട്, കൊൽക്കത്തയുടെ നാനാഭാഗത്തും ചെറിയ ഇടങ്ങളിൽ പോലും ആൾക്കൂട്ടങ്ങൾ അവരുടെ ആവുന്നതായ രീതിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതൊരു മഹാപ്രതിഷേധമായി മാറിക്കഴിഞ്ഞു. ഡൽഹിയിൽ അല്പം മുമ്പ് നമ്മൾ കണ്ടത് റോഷ്നി, ഡോക്ടേഴ്സ് മനുഷ്യച്ചങ്ങല തീർക്കുന്ന കാഴ്ചയാണ്. ഇങ്ങിത കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി അല്പം മുമ്പ് തിരുവനന്തപുരത്തും വീണ്ടും പ്രതിഷേധം നടക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ കൊൽക്കത്തയിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അത് ഇരട്ടി വിപരീത ഫലം മാത്രമേ ഉണ്ടാക്കൂ എന്നുള്ളൊരു ബോധ്യം ബംഗാൾ സർക്കാരിനുണ്ട്. പക്ഷേ എത്ര ദിവസം ഈ പ്രതിഷേധം ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കാഴ്ചക്കാരായി പോലീസ് നോക്കി നിൽക്കും എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്ത് ഇടപെടൽ ഇക്കാര്യത്തിൽ മമതാ ബാനർജി സർക്കാർ നടത്തുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമരം ഇനി മുന്നോട്ട് പോകുന്നത് ആ ഒരു ഇടപെടൽ കൂടി അനുസരിച്ചായിരിക്കും. റോഷ്നി, സായ്കുമാർ, ഇപ്പോൾ ഈ കേസിൽ തന്നെ എത്ര പ്രതികളുണ്ടോ അത്രയും പ്രതികളെ എത്രയും വേഗം കണ്ടെത്തുക, അവർക്ക് തക്കതായ ശിക്ഷ നൽകുക എന്ന ആവശ്യമാണ് ഈ പ്രതിഷേധത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ മറ്റൊരു കാര്യത്തിലേക്ക് കൂടി വരികയാണെങ്കിൽ, ഈ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയെ സംബന്ധിച്ച് ഓരോ ആശുപത്രികളിലും മണിക്കൂറുകളോളം ജോലി ചെയ്യുന്ന ഇവരുടെ സുരക്ഷയ്ക്കായുള്ള സംവിധാനങ്ങൾ രാജ്യത്തെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടോ എന്നൊരു ചോദ്യമാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു കേന്ദ്ര നിയമം കൊണ്ടുവരണം എന്നൊരു ആവശ്യം തന്നെയല്ലേ ഇതിൽ ഉയരുന്നത്? തീർച്ചയായും അങ്ങനെ ഒരു വിശാലമായ ആവശ്യത്തിലേക്ക് ഈ സമരങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് റോഷ്നി നമുക്ക് പറയാൻ കഴിയുക. ഒരുപക്ഷെ സുപ്രീം കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന് മുന്നിലടക്കം വെക്കാൻ പോകുന്ന ഒരു നിർദ്ദേശം ഒരുപക്ഷെ അത് തന്നെയായിരിക്കും. കാരണം ആരോഗ്യ പ്രവർത്തകർ പരിക്കുപറ്റി വിവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ പലവിധ വിഷമങ്ങളുമായി ആശുപത്രിയിലേക്ക് വരുമ്പോൾ എല്ലാം മറന്ന് അവരെ ചികിത്സിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലയിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ മാത്രം ചർച്ചയാകുന്നതാണ് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. പിന്നീട് അത് വിസ്മൃതിയിലേക്ക് പോവുകയും ചെയ്യും. അതങ്ങനെയല്ല എന്നുള്ളതാണ്, അങ്ങനെ പോരാ എന്നുള്ളതാണ് IMA ഇപ്പോൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. നമ്മൾക്ക് കൃത്യമായിട്ടുള്ളൊരു നിയമം വേണം, കൃത്യമായിട്ടുള്ളൊരു സംവിധാനം വേണം. ഇന്നിപ്പോൾ പത്മ അവാർഡ് ജേതാക്കളായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിലും പറയുന്ന കാര്യം അതുതന്നെയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായി പരിഗണിച്ച് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ വേണം എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ആവശ്യമല്ല, എത്രയോ നാളുകളായി അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഈ പെൺകുട്ടിക്ക് സംഭവിച്ച ഈ കൊടും ക്രൂരത ആ ഒരു ആവശ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. കാരണം ഇവിടെ പോലീസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ ആരോഗ്യ പ്രവർത്തകർക്കടക്കം സംരക്ഷണം നൽകേണ്ട ഒരാളുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരമൊരു ക്രൂരകൃത്യം ഉണ്ടായത് എന്ന് കൂടി നമ്മൾ ഓർക്കണം. ആശുപത്രിയുടെ സുരക്ഷയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വളണ്ടിയർ കൂടിയാണ് ഇപ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതിയായിട്ടുള്ള ആൾ. അവിടെ ഈ പെൺകുട്ടിക്ക് വിശ്രമിക്കാനുള്ള ഒരു ഇടം പോലും ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രാഥമികമായി 36 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് സ്വാഭാവികമായും കിട്ടേണ്ട ഒരു നീതിയും അവകാശവുമായിരുന്നു വിശ്രമിക്കാനുള്ള ഒരു ഇടം എന്നുള്ളത്. അതുപോലും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവം വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ പ്രാഥമികമായി തന്നെ വിശ്രമിക്കാനുള്ള ഇടങ്ങളാകട്ടെ, സുരക്ഷയാകട്ടെ, ഇതിനൊക്കെ കൃത്യമായി അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ളൊരു സംവിധാനം വേണം എന്ന് തന്നെയാണ് IMA ആവശ്യപ്പെടുന്നത്. അത് ഈ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങിപ്പോകില്ല. ഇത് വിശാലമായ അർത്ഥത്തിലേക്ക് വലിയൊരു സമരമായി, വലിയൊരു പ്രതിഷേധമായി ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള സമയങ്ങളിൽ മാറുകയും ചെയ്യും. തങ്ങൾക്ക് നീതി വേണം എന്ന ആ ഒരു മുദ്രാവാക്യത്തിൻ്റെ ശക്തി നമ്മൾ കുറച്ച് കാണാൻ കഴിയില്ല. റോഷ്നി, ഇപ്പോൾ ഈ തെരുവോരങ്ങളിലെല്ലാം, കൊൽക്കത്തയുടെ തെരുവോരങ്ങളിലെല്ലാം മുഴങ്ങുന്ന മുദ്രാവാക്യവും ഐ വാണ്ട് ജസ്റ്റിസ് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ മമതാ ബാനർജി അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നായി ഇതിനോടകം മാറുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഗവർണർ ആനന്ദ് ബോസ് നാളെ അമിത്ഷായെയും JP നദ്ദയെയും കാണാൻ പോകുന്നു. അവിടെയും കേന്ദ്രമെടുക്കുന്ന നിലപാടും വളരെ വളരെ നിർണായകമായിരിക്കും. റോഷ്നി, ശരിയാണ്.